ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ അല്പമായിട്ട് പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഈ വാക്യത്തിൽ പ്രധാനമായി നമ്മൾ കാണുന്നത് പുസ്തകം വാങ്ങുന്നതിനെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു എന്നുള്ള വിഷയം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് 1-2 പോയിന്റുകളോട് വിട പറയുന്നു. മൂന്നാമതായി ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ സംബന്ധിച്ചാണ്. ഇന്ന് നമ്മൾ അല്പമായി യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് ചിന്തിക്കും. അതിനുശേഷം നാളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കും. അതിനുശേഷമുള്ള ദിവസം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് ഉണ്ടായ ഗുണങ്ങൾ എന്തെല്ലാം, ഈ കാര്യങ്ങൾ നാളെ മറ്റന്നാളുമായിട്ട് നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയെന്ത്. ആ പുണ്യാഹ രക്തത്തിൻ്റെ വില മതിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. 1 പത്രോസ് 1:18-19 ഇപ്രകാരം നാം വായിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു 10 കിലോ സ്വർണത്തിന് അല്ലെങ്കിൽ 10 കിലോ വെള്ളിയുടെ വില കണക്കാക്കുവാൻ ആർക്കും സാധിക്കും, അല്ലെങ്കിൽ ആർക്കും പറയാം. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ വിലയേറിയ രക്തത്തിൻ്റെ വില കണക്കാക്കുവാൻ ഭൂമിയിൽ ആർക്കും സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ഗണിതശാസ്ത്രജ്ഞനും ആവില്ല. ഒരു മനുഷ്യൻ്റെ ആത്മാവിന് സർവ്വലോകത്തെക്കാളും വിലയുണ്ട് എന്ന് വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും മർക്കോസിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മത്തായി 16:26. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും? ബൈബിൾ ഭാഷയിൽ സർവ്വലോകം എന്ന് പറയുന്നത് 3 1 സ്വർലോകം, 2 ഭൂലോകം, 3 അധോലോകം. ഈ 3 ലോകത്തേക്കാൾ വിലയുള്ളതാണ് മനുഷ്യൻ്റെ ആത്മാവിന്. ആ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ന് വെച്ചാൽ ഈ കാണുന്ന ലോകത്ത് എന്തെല്ലാം നേടിയാലും ആ ആത്മാവ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമല്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പണം കൊണ്ട് കാര്യങ്ങൾ സാധ്യമാക്കിയാലും അധികാരം നേടിയാലും പ്രസക്തി ആർജിച്ചാലും സ്വാധീനം, അതോടൊപ്പം തന്നെ ആഡംബരം നേടിയാലും സ്ഥാനമാനം, ബഹുമതികൾ, വിജയങ്ങൾ എന്നിവ നേടിയാലും ഇവയെല്ലാം താൽക്കാലികമാണ്. ആത്മാവ് നിത്യമാണ്. ആത്മാവ് സർവ്വലോകത്തേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് പറയുവാൻ കാരണം എന്താണ്? 5 കാരണങ്ങൾ ഓർപ്പിക്കുന്നു. 1 ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യങ്ങൾ: ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും വഹിക്കുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ട് സർവ്വലോകത്തേക്കാൾ വിലയുണ്ട്. 2 മത്തായി സുവിശേഷം 10:28: മനുഷ്യനിൽ നിത്യമായ ആത്മാവുണ്ട്. ഈ ലോകം അല്ലെങ്കിൽ ആകാശം ഭൂമി മാറിപ്പോയാലും മനുഷ്യൻ്റെ ആത്മാവ് നിലനിൽക്കും. അതുകൊണ്ട് സർവ്വലോകത്തേക്കാൾ വിലയുണ്ട് എന്ന് പറയുന്നു. 3 യോഹന്നാൻ 3:16: ദൈവം തൻ്റെ കോടിക്കണക്കിന് സൃഷ്ടികളിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മനുഷ്യരെയാണ്. സ്വർഗത്തിൽ, ഭൂമിയിൽ, അതോടൊപ്പം തന്നെ ഭൂമിക്ക് കീഴിൽ, ഇവിടെയെല്ലാം എടുത്ത് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോടിക്കണക്കിന് സൃഷ്ടികളെ കാണുന്നു. അവയാക്കലെല്ലാം ഏറ്റവും അധികം പരിശുദ്ധനായ ദൈവം സ്നേഹിക്കുന്നത് മനുഷ്യരെ ആണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 കാണുന്നു. 4 1 പത്രോസ് 1:18-19, 1 കൊരിന്ത്യർ ലേഖനം 6:19: സർവ്വലോകത്തേക്കാൾ വിലയുള്ള കോടിക്കണക്കിന് ആത്മാവിനെ നേടുവാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മാവ് വിലപ്പെട്ടതാണ് എന്ന് പറയുന്നു. 5 2 കൊരിന്ത്യർ ലേഖനം 11:1-3 വരെയുള്ള വാക്യങ്ങൾ: യേശുവിൻ്റെ മണവാട്ടിയാണ് സഭ. അതുകൊണ്ട് സർവ്വലോകത്തേക്കാൾ വിലയുണ്ട് ആത്മാവിന് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തുനിന്ന് മരിച്ചു കഴിഞ്ഞു. ഇനിയും കോടിക്കണക്കിന് മനുഷ്യർ ജനിക്കാനിരിക്കുന്നു. എല്ലാ മനുഷ്യൻ്റെ ആത്മാവിലും പാപമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 7:1. ആ ആത്മാവിനെ കഴുകിക്കളയുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയുമെങ്കിൽ ആ രക്തത്തിൻ്റെ വില മനുഷ്യന് ഇടുവാൻ സാധ്യമല്ല, മനുഷ്യന് ഊഹിക്കാൻ പോലും ആവില്ല. ഇന്ന് ലോകത്ത് വിവിധ സാഹചര്യത്തിൽ ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്.
അവരുടെ രക്തം വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ടതാണ്. ഒരു ഗ്രൂപ്പുകാരുടെ രക്തം മറ്റൊരു ഗ്രൂപ്പുകാർക്ക് പൂർണ്ണമായി ചേരുകയില്ല. എന്നാൽ യേശുവിൻ്റെ രക്തം ആത്മീകമായി ചിന്തിച്ചാൽ സകല മനുഷ്യർക്കും ചേരും. ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ പരിശോധന നടത്തണം, ആ രക്തത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് അതിൻ്റെ ആവശ്യമില്ല, അത് പരിശുദ്ധ രക്തമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അതിനെ സംബന്ധിച്ച് നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.